തലക്കെട്ട്. പൂരാവേശത്തിൽ തൃശൂർ, കൊട്ടിക്കയറി മഠത്തിൽ വരവ് പഞ്ചവാദ്യം. ഇലഞ്ഞിത്തറ മേളം 2:30, കുടമാറ്റം 15 മിനിറ്റ് മാത്രം. സംസ്ഥാനത്ത് വീണ്ടും പാമ്പുകടിയേറ്റു മരണം. കണ്ണൂർ തളിപ്പറമ്പ് മുതുകട സ്വദേശി നബീസ ചികിത്സയിലിരിക്കെ മരിച്ചു. ഒരാഴ്ചക്കിടെ പാമ്പുകടിയേറ്റുള്ള 4ാമത്തെ മരണം. കൊല്ലത്തും എറണാകുളം ചെറായിലും ഒരാൾക്ക് വീതം പാമ്പുകടിയേറ്റു. കൊടും ചൂടിന് ശമനമില്ല. അൾട്രാവയലറ്റ് ഇൻഡെക്സ് സൂചിക അപകടകരം വിധം തുടരുന്നു. പാലക്കാട് 2 പേർക്ക് സൂര്യാഘാതം. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കൊട്ടാരക്കര, കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ അത്യുഷ്ണ മുന്നറിയിപ്പ്. നാളെ മുതൽ വേനൽ മഴയ്ക്കു സാധ്യത. രാജ്യത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ. ആവശ്യകത 252 ജിഗാവാട്ടിൽ കുതിച്ചുയർന്ന സംസ്ഥാനത്തും ഉപഭോഗം. ഇന്നലത്തെ ഉപയോഗം 115 ദശലക്ഷം യൂണിറ്റായി. അണക്കെട്ടുകളിൽ അവശേഷിക്കുന്നത് കേവലം 30% വെള്ളം മാത്രം. നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് വളത്താങ്കര സ്വദേശിനി അൽമയ. ഭർത്താവും PSC പരീക്ഷാ പരിശീലകനുമായ വിഷ്ണു അറസ്റ്റിൽ. ഫോട്ടോ ജേർണലിസ്റ്റ് രഘുറായിക്ക് വിട. അന്ത്യം 83-ാം വയസ്സിൽ ഡൽഹിയിൽ. വിടവാങ്ങിയത് ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിലെത്തിച്ച പ്രതിഭ. ഡൽഹിയിൽ സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ച 6 പേർക്ക് പരിക്ക്. അപകടം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്. യാത്രക്കാർ സുരക്ഷിതർ. ട്രംപിന്റെ പരിപാടിയിൽ വെടിയുതിർത്തത് അധ്യാപകൻ. 31-കാരനായ കോൾ തോമസ് അലൻ പിടിയിൽ. കാരണം വ്യക്തമായില്ല. വെടിവെപ്പുണ്ടായത് മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്നതിനിടെ. അക്രമിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച ട്രംപിനെ ലക്ഷ്യമിട്ട് വെടിവെപ്പ് നടക്കുന്നത് 16 മാസത്തിനിടെ 3ാം തവണ. പശ്ചിമേഷ്യയിൽ ചർച്ചയ്ക്കുള്ള വഴി അടയുന്നു. ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിച്ചാൽ ചർച്ച മതിയെന്ന് ഇറാൻ. ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് പ്രഖ്യാപനം. ഇറാനിൽ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടിയെന്ന് ട്രംപ്. യുദ്ധം അമേരിക്കയും ഇസ്രായേലും വരുത്തിവെച്ചതെന്ന് ജർമ്മനി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.